ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അപ്പോൾ സ്തോത്രം. ഒന്ന് പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം സഭ പണിയാനുള്ള ഉപദേശം എപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പറ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയും, പിന്നെ അടുത്ത് എഫേസ്യ ലേഖനം. ഇത് എഴുതിയിട്ട് പഠിച്ചോണേ, എഴുതിയിട്ട് വായിച്ച് പഠിക്കണം. ഫ്രാൻസിസൊക്കെ ഇത് എഴുതിയിട്ട് വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. വലിയ വലിയ വമ്പന്മാർ പോലും തെറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അവരെയൊക്കെ 1 കൊരിന്ത്യർ 3-ന്റെ 10 മുതൽ 15 വരെയും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയും, 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ വായിച്ചു പഠിച്ചാലേ യഥാർത്ഥമായി നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. സഭ പണി എന്താണെന്നൊന്നും ആരും വ്യക്തമായിട്ട് ഇതുവരെയും പഠിപ്പിക്കുന്നില്ല. വാലും തുമ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ പഠിപ്പിച്ച് പോവുക. ഈ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലൊന്നും ഒരു പൂർണ്ണതയുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുറേ പേര്, പക്ഷേ ഒരു പൂർണ്ണമായൊരു പണിയുടെ ചിത്രം ഈ 3 അധ്യായങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ഇരുന്ന് അങ്ങോട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് പറഞ്ഞു നോക്കിയേ, ക്ലിയറായിട്ട് വെളിപ്പെട്ട് കിട്ടും. കാരണം അപ്പോസ്തല ഉപദേശത്തിൽ പല കാര്യങ്ങൾ പല ഭാഗങ്ങൾ കൂടി ചേർത്താണ് പഠിപ്പിക്കുന്നത്, കൂട്ടിച്ചേർത്താണ് പഠിപ്പിക്കുന്നത്. പല ഭാഗങ്ങൾ ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുമ്പോഴേ ഉപദേശം എന്ത് ചെയ്യത്തുള്ളൂ, പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുക, ഇത് ആഴത്തിൽ ഗ്രഹിക്കുക, പഠിക്കുക, ഇതിൽ തന്നെയും പിന്നെയും കേട്ട് പഠിക്കുക എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഓർപ്പിക്കുക. അപ്പോൾ ഇവിടെ 1 കൊരിന്ത്യർ 3-ന്റെ 10 എനിക്ക് ലഭിച്ച ദൈവികൃപത്തോടെ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ജ്ഞാനമുള്ള പ്രധാന ശില്പി, സ്തോത്രം. മാസ്റ്റർ ബിൽഡറാണ് പൗലോസ്. ഒരു നല്ല പണിക്കാരനാണ്. ഇന്നത്തെ പണിക്കാരൊക്കെ വാലും തുമ്പും ഇല്ലാത്ത പണിക്കാരാണ് നല്ലൊരു ശതമാനവും. ഒരു ചെറിയ ശതമാനമുള്ളൂ പണി ഒരു ഇതൊക്കെ ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്ത് പണിയാ ഇവിടെ? വല്ലാത്ത പണിയാണ് പണിയുന്നത്. നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊരു ബിൽഡിങ് പണിതു. 6 മാസത്തെ പണി, കെട്ടിടമൊക്കെ കെട്ടി ഒരു വശമൊക്കെ 1-ാം നിലയൊക്കെ പണിതു. അത് ഒരു ദിവസം നോക്കി എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് തീർന്ന് ഒരു പങ്കാളിയും ചത്തോടെ. എന്ത് പറ്റി? പണി പാളിപ്പോയി. 30 വർഷമായി, 30 വർഷത്തെ വാറൻറ്റിയോട് കൂടി 2020-കാരൻ റോഡ് പണിതിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. ഇവിടെ 6 മാസം ആവുന്നതിന് മുമ്പ് എന്ത് പറ്റി? പൊളിഞ്ഞ് കോളമായി റോഡ്. എന്ത് പറ്റി? പണിയുടെ വിശേഷത. മനസ്സിലായല്ലോ? ഇതെല്ലാ ഫീൽഡിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. കെട്ടിടം പണിയുമ്പോൾ ഇത്ര ചട്ടി സിമൻറ്റ്, ഇത്ര ചട്ടി എംസാൻഡ്, ഇത്ര ചട്ടി മെറ്റല്. ബിൽഡിങ് വാർക്കുമ്പോൾ മെഷർമെൻ്റ് ഉണ്ട്, അതിനൊക്കെ കറക്റ്റായിട്ടുള്ളതുണ്ട്. ഇതൊന്നും ആരും പാലിക്കുന്നില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുനാൾ താമസിച്ച് എല്ലാം കൂടി തലയിലോട്ട് ഇരുന്ന് വീടിക്കും അങ്ങോട്ട്, അത്രേ ഉള്ളൂ. നല്ല സ്ട്രോങ് ആയിട്ട് പണിതില്ലെങ്കിൽ പണി എപ്പോഴും പൊളിഞ്ഞു പോകാം. ദൈവസഭ പണിയുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് ഒരു കുഞ്ഞുപദേശിയായ ഞാൻ പറയട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ളതും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യവും, 1 പത്രോസ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യവും നന്നായി പഠിച്ച് ഗ്രഹിച്ച് സഭ പണിതില്ലെങ്കിൽ നിങ്ങളുടെ പണിയെല്ലാം പൊളിഞ്ഞ് നാശിച്ചു പോകും. വ്യക്തികളെ പണിതെടുക്കാനുള്ള ഉപദേശം ഇവിടെ കിടക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരവിനെ ജയിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞതേ ഉള്ളൂ. സഭ പണിയാനുള്ള ഉപദേശം ആരെ ഏൽപ്പിച്ചു? അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. നമ്മൾ അപ്പോസ്തലന്മാരെ വേണ്ടെന്നാ പറയുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ എഴുതി കത്തല്ലേ, അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുന്ന ചില മഹാന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ. ഇവരെ പോലെ വിഡ്ഢികൾ ലോകത്ത് വേറെ ഉണ്ടോ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തെയും വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളെയും ഒരുപോലെ മാനിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളാണ്. ഓരോ യുഗങ്ങളിൽ 9 യുഗങ്ങളെക്കുറിച്ച്, ഡിസ്പെൻസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാമത്തെ യുഗത്തിൻ്റെ പേരെന്താ? നിഷ്പാപയുഗം. 2-ാമത്തെ യുഗം മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം.
ഇപ്പൊ നിൽക്കുന്ന യുഗം ഏതാ? കൃപായുഗം. അത് കഴിഞ്ഞുള്ള യുഗം ഏതാ? 1000 ആണ്ട് വാഴ്ചയുടെ മഹോദ്രവകാല യുഗം. അത് കഴിഞ്ഞുള്ള യുഗം ഏതാ? 1000 ആണ്ട് വാഴ്ചയുടെ യുഗം. അത് കഴിഞ്ഞുള്ള യുഗം ഏതാ? നിത്യയുഗം. ഇതൊക്കെ ഒരു ചെറിയ അളവിലെങ്കിലും പഠിച്ചിരിക്കണം. ആരെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി കേട്ടോണ്ടിരിക്കുന്നവരല്ലേ? ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ വാല് മുറിഞ്ഞു പോകാതിരിക്കാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ വാല് മുറിഞ്ഞു പോകും നമ്മുടെ. ഇടയ്ക്കൊരു സഹോദരനോട് ഞാൻ പറഞ്ഞു, മനുഷ്യൻ ആത്മാവാകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യൻ ആത്മാവ് ആണ്, അപ്പം തന്നെ ദേഹവും ദേഹിയും കൂടെ ഉള്ള 3 ഘടകങ്ങളാണെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പുള്ളി വിളിക്കൂല്ല, മിണ്ടലുമില്ല, അനക്കവും ഇല്ലാണ്ടായി. കാരണം നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ മനസ്സില്ല. ഞാൻ വേദപുസ്തകത്തെ ആസ്പദമാക്കിയാ പറഞ്ഞേ. മനുഷ്യൻ ആത്മാവാണെന്ന് ഒരു പുസ്തകത്തിൽ പറയുന്നില്ല. ഒരു ആത്മജീവിയാണെന്നുള്ളത് സത്യമാണെങ്കിലും മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാ. അത് വേദപുസ്തകത്തിൽ പറയുന്നത് ആത്മാവ്, ദേഹം, ദേഹി. നമ്മളിപ്പോൾ അതിന് പറഞ്ഞ് ദേഹം, ദേഹി, ആത്മാവാക്കി. കാരണം നമ്മൾ മുൻഗണന ദേഹത്തിന് കൊടുക്കുക, ജഡത്തിന് കൊടുക്കുക. ദേഹം ദേഹിക്ക് കൊടുക്കുക, ആത്മാവിനെ ഏറ്റവും പുറകെ കൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുക. അങ്ങനെ പറഞ്ഞ് ആ പരുവത്തിലാക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനത്തിൻ്റെ പ്രമാണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സസൂക്ഷ്മം ഇത് ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. അപ്പോൾ സഭയുടെ പണി പൗലോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പ്രധാന ശില്പിയായി, മാസ്റ്റർ ബിൽഡറായി എന്ത് ചെയ്തു? അടിസ്ഥാനം ഇട്ടു. അടിസ്ഥാനം ഏതാ? യേശുക്രിസ്തു വന്ന മൂലക്കൽ. പുള്ളി പണിതു, നല്ല നിലയിൽ പണിതു. ഇന്നലെ ഒരു ഭാഷ പറഞ്ഞു, പൗലോസ് അനേക സഭകളെ സ്ഥാപിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ സുവിശേഷം പ്രസംഗിച്ചു, സഭകളെ സ്ഥാപിച്ചു, പണിയെല്ലാം പൂർത്തീകരിച്ചു. ഞാൻ നല്ല പുറപ്പെടുത്ത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തെന്ന് പറഞ്ഞ് പൗലോസ് എന്ത് ചെയ്തു? യവനികൾക്കുള്ളിലേക്ക് കയറിപ്പോയി. ഇനി ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് പണിതുകൊണ്ടിരിക്കുക. ഈ ബാക്കിയുള്ളവർ പണിയുന്നത് എങ്ങനെയാ? അവനവന് തോന്നിയ പോലെ പണിയുന്നത്. അതാ ഞാൻ ഇവിടെ കിടന്ന് റൈസാകാനുള്ള കാരണം, അല്ലെ വേറൊന്നുമല്ല. വചന വ്യവസ്ഥ പ്രകാരമുള്ള പണി നടത്തുന്നില്ലെങ്കിൽ ഞാൻ പറയും അത് തെറ്റാണ്, ദൈവം നിന്നെ പൊളിച്ചു കളയുമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? ഉമ്രോദിന്റെ പണി പൊളിച്ചു കളഞ്ഞില്ലേ? ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ദൈവവചന വ്യവസ്ഥ വിട്ടുപോയവരൊക്കെ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഇസ്രായേലിനെതിരെ തൂക്കുകെട്ട പിടിക്കും. തൂക്കുകെട്ട എന്തിനുള്ളതാ? മെഷർമെന്റ് പ്രകാരം പണിതെടുക്കാനുള്ളതാ. ആ തൂക്കുകെട്ട പ്രകാരം അല്ല പണിയുന്നെങ്കിൽ ഇസ്രായേലിനെ ഞാൻ പൊളിച്ചു കളയും. പൊളിച്ചു കളഞ്ഞോ? 160 രാഷ്ട്രങ്ങളിൽ എത്രയോ നൂറ്റാണ്ടുകൾ അവര് അഭയാർത്ഥികളായി താമസിക്കേണ്ടി വന്നു. ഇസ്രായേൽ മക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തിൽ ഒരു ജാതിയും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു, യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് ആരെ വേണമെന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ബർബാസിനെ മതി, യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ പറഞ്ഞു. അതാണ് അവരുടെ തകർച്ചയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ക്രിസ്തുവിൻ്റെ പ്രമാണം കയ്യിൽ കിട്ടിയിട്ട് മോശയുടെ പ്രമാണം പ്രസംഗിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ജനത്തെ പഠിപ്പിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കേണ്ട പ്രിയപ്പെട്ടവർ, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടവർ എല്ലാവരെയും ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. അവരുടെ ലക്ഷ്യം ഭൗതികം, അവരുടെ ലക്ഷ്യം പണം, അവരുടെ ലക്ഷ്യം കസേര, അവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങൾ. പണം നമുക്ക് വേണ്ടേ? വേണം. സ്ഥാനമാനങ്ങൾ നമുക്ക് വേണ്ടേ? ദൈവം നിറഞ്ഞെങ്കിൽ മതിയില്ലേ? വേണ്ട. ദൈവം തരാത്തതൊന്നും നമുക്ക് വേണ്ട. കർത്താവ് വെച്ച് നീട്ടാത്തതൊന്നും നമുക്ക് വേണ്ട. കർത്താവ് തരുന്നത് മാത്രം മതിയെന്ന് വെക്കേ. പൗലോസ് എത്ര പ്രാഗൽഭ്യത്തോടാ പറയുന്നത്, ഞാൻ പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ട് പണിതു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. പൗലോസിന്റെ പണി കഴിഞ്ഞു, തിരശ്ശീലയ്ക്ക് അപ്പുറം പോയി, നല്ല പൂർവ്വപ്പെടുത്ത് ഓട്ടം തികച്ച് വിശ്വാസം.
നീതിയുടെ ഇവിടെ എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച. അപ്പൊ പൗലോസിന് ആ പ്രാഗൽഭ്യത്തോടെ പൗലോസ് പറഞ്ഞു പോയി. ഇനി ഇവിടെ പറയുക, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. മറ്റൊരുത്തൻ പണിതുകൊണ്ടിരിക്കുകയെന്ന്. സാമ്പോൾ പാസ്റ്ററും പിന്നെ ചാക്കോ പാസ്റ്ററും വർഗീസ് പാസ്റ്ററും തൊമ്മൻ പാസ്റ്ററും എല്ലാം പണിതുകൊണ്ടിരിക്കുക. എം.എ. വർഗീസും പിന്നെ ഡാമിനും തങ്കുവും തോമസ് കുട്ടിയും സാമച്ചനും പിന്നെ എല്ലാ അച്ഛന്മാരും പണിതുകൊണ്ടിരിക്കുക. പണി ശോധന ചെയ്യും. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് ആരോടും വിരോധമില്ല, വൈരാഗ്യമില്ല, വ്യക്തി വൈരാഗ്യങ്ങളൊന്നുമില്ല. സഹോദരങ്ങളെ, നിന്റെ പണിയെ ദൈവം ശോധന ചെയ്യുമ്പോൾ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമല്ലാത്ത പണി മുഴുവൻ ഇടിച്ചു നിരത്തും. അന്ന് നീ ഒന്നുമില്ലാത്തവനായി, ദരിദ്രനാരായണനായി നീ കഴിയേണ്ടി വരും. ഇനി നീ കോടീശ്വരനാ, ഇനി 8,000 സഭയുടെ ആളാ, ഇനി 5,000 സഭയുടെ ആളാ, ഇത് 10,000 കോടിയുടെ ആസ്തിയുള്ളവനാ, കാര്യമൊക്കെ ശരി. അന്നീ ദരിദ്രനാരായണനായി നിന്നെ ചവിട്ടി പൂട്ടും എല്ലാവരും കൂടിയിട്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിതോ. ബാംഗ്ലൂരിലുള്ള സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് അതാ, യേശുക്രിസ്തുവാക്കുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിതോ. പൗലോസ് ഇവിടെ പറയുക, തനെങ്ങനെ പണിയുന്നു ഓരോരുത്തർ നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. കണ്ടോ, മറ്റൊരു അടിസ്ഥാനം ഇവിടെ ആർക്കും പറ്റില്ലെന്ന്. ഇവിടെ അപ്പോസ്തലന്മാർ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അതാ. യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിട്ടിട്ടാണ് പണിയുന്നത്. അർത്ഥം, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് വിശ്വസിച്ചു വരുന്നവരെ ക്രിസ്തുവിന്റെ പ്രമാണം പഠിപ്പിച്ച് അവരെ വളർത്തിയെടുക്കുക. അതാ പണി, അല്ല വേറെന്താ. ഇവിടെ ഒരുത്തൻ യേശുക്രിസ്തുവിന്റെ പണി നടത്തിയതിനെ കുറിച്ച് ഞാൻ പറയാം. 1000 പേരും 2000 പേരും വീതം ഓരോ വർഷം ഇസ്രായേൽ കാണിക്കാൻ കൊണ്ടുപോയി. ഇതെങ്ങനെ പറയാതിരിക്കുന്നത്? എത്ര രൂപ കൊണ്ടുപോകാൻ? 1,00,000 രൂപ ഉണ്ടെങ്കിൽ പോയിട്ട് വരാം. ശരി, ആയിരങ്ങൾ വരാം. ഇങ്ങനെ പോയി കണ്ടു വന്നു. അവസാനം ഇതിലേതോ ഒരു കുത്തിത്തിരിപ്പനാണ്. എല്ലായിടത്തും കാണുമല്ലോ ഒരുത്തൻ, യൂതയെ പോലെ ഒരുത്തൻ. അവൻ അതിൻ്റെ ഇടയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇത്രയും കാശൊക്കെ വരുമോ പക്ഷേ? അവൻ പോയി ആ ട്രാവൽ ഏജൻസിയെ പോയി ചോദിച്ചവർ ഒരു 75,000 രൂപ കൂടുതൽ ഒരാളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടേ ഇല്ല. ഒരാൾക്ക് 75,000 രൂപ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. 25,000 എവിടെ പോയി? അതാ നിങ്ങൾ പോയി ചോദിച്ചോണ്ട് അവിടെ പോയി. തവ പണിയുന്നവനാ പുള്ളി. എന്ത് ചെയ്തു? 25,000 കൂട്ടി പിടിപ്പിച്ചു. അവസാനം വിശ്വാസികൾ ഉണ്ടാക്കി കുറച്ച് പേര് ചോദിച്ചു, കാശ് എവിടെ പോയി? അത് ഞങ്ങളുടെ സഭയുടെ ഞങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു. ഫോളൊക്കെ വേണ്ടേ, മറ്റു പല കാര്യങ്ങൾ വേണ്ടേ? എനിക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് സൂഹിക്കണ്ടേ? അതിന് നിങ്ങളുടെ കാശല്ലാണ്ട് വേറെ കാശ് കിട്ടുമോ? ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ കാശ്? അവരെല്ലാവരും കൂടി പിടിച്ചു. അതിലൊരു മാന്യൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. 75,000 രൂപയ്ക്ക് ഇസ്രയേൽ കാണാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയ ഞങ്ങളുടെ പാത്തർ ഞങ്ങളിൽ നിന്ന് 25,000 വെച്ച് അടിച്ചു മാറ്റി. 10,000 എന്തോരം ആൾക്കാരെന്ന് കണക്കൊന്നും എനിക്കില്ല. എന്തോരം ആൾക്കാരെ കൊണ്ടുപോയി എത്ര ലക്ഷം എത്ര കോടി രൂപ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും പറയാ ഞങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് കൂടി തരാൻ പോകണം ദൈവം. ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് ഈ വചനഭാഗത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളെ മുഴുവൻ പൊളിച്ചു കളയാനുള്ള ഉപദേശത്തിലുണ്ട്. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. അടുത്ത, യേശുക്രിസ്തു ഒന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ഇന്നിപ്പോൾ യേശുക്രിസ്തു ഒന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റടിസ്ഥാനത്തിന്മേലല്ലേ പണിതുകൊണ്ടിരിക്കുന്നത്? പറ മക്കളെ, ദൈവമക്കളെ, അല്ലേ? ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളൊക്കെ ഈ പുതിയ നിയമം പ്രസംഗിക്കുമ്പോൾ മാത്രം ഞങ്ങളോടുള്ള മാത്രമല്ലേ പോരാട്ടമുള്ളൂ. ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയി 25,000 രൂപ വെച്ച് ഒരാളുടെ നിന്ന് അടിച്ചു മാറ്റി പണിതുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു പ്രയാസമില്ലല്ലോ. അതാണ് ഇവരോടൊപ്പി നിൽക്കുന്ന ഇവരുടെ ഈ ലീഡർമാർ, ഈ കള്ളപ്രവാചകന്മാരെയും ദുരുപേക്ഷകന്മാരെയും കൂടെ നിൽക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിവരുടെ കൂടെ നിന്നാൽ നിങ്ങളുടെ നിത്യത നഷ്ടമാണ്. അത് പറയാൻ പാടില്ല, അത് അവർ പറയണേ. പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്ത് ചീത്ത വിളിച്ചാലും ശരി, അത് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല, പറയൂ. ഇവിടെ പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുക. ആരെങ്കിലും ആ അടിസ്ഥാനത്തിന്മേൽ
പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. അപ്പോൾ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പൗലോസ് പറയുന്നു, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. എത്ര കൂട്ടം കാര്യങ്ങളുണ്ട്? 6 കൂട്ടം. ഈ 6 കൂട്ടത്തിൽ വിലയേറിയ കല്ല് ഒരു കല്ലുണ്ട്. ആ കല്ലാണ് പത്രോസ് പറയുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്. മൂലക്കല്ല് ക്രിസ്തു അല്ലേ? പഠിക്കണേ, ഉപദേശം പഠിച്ചോണേ. ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ജീവൻ പ്രാപിച്ച കല്ലെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ വിശ്വസിക്കും. അവനാണ് ജീവനുള്ള കല്ല്. ആ കല്ലിനെ കൊണ്ടുവന്ന് മാത്രമേ യേശു ക്രിസ്തു ആകുന്ന മൂലക്കല്ലോട് ചേർത്ത് പണിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കഷ്ടത മാറ്റി കണ്ണീര് തുടച്ച് വിസ മേടിച്ചു കൊടുത്ത് ഭൗതിക അനുഗ്രഹങ്ങൾ തലയറഞ്ഞ് പ്രാർത്ഥിച്ച് വാങ്ങിക്കൊടുത്ത് അവരെ പണിയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം നന്നായിട്ട്. പാസ്റ്റർമാർക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവർ പറയുക കേട്ടോ. പലർക്കും അത് അറിയുന്നില്ല, അവർ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം? എനിക്കറിയത്തില്ല. ലോകത്തുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തേ ഇല്ല. എനിക്ക് ഒട്ടും അറിയത്തില്ല. എനിക്ക് ഒന്നും അറിഞ്ഞൂടാത്ത ഒരു മരമണ്ടക്കോ സ്വാമി എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാൻ. വേദോസ്തത്തിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ലോകത്തിലൊരു കാര്യങ്ങളും എനിക്കറിയില്ല. ഈ കൊണ്ടു നടക്കുന്ന ഫോൺ പോലും അതിൻ്റെ ഫുൾ സിംഗിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ആ സമയത്ത് ഒരു 10 വയസ്സായ ഒരു കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഡിം എന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ചു. അറിവുകൾ ഒത്തിരി ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അറിവ് ഏറ്റവും കുറഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. ദൈവവചനം കുറേയൊക്കെ പഠിക്കുകയും ധ്യാനിക്കുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് എടുത്തു പറയാനുള്ള. മറ്റു യാതൊരു ഗുണവും എനിക്ക് എടുത്തു പറയാനില്ല. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വീഴുക, മുഴങ്കാൽ മടക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക, ആത്മാവിൽ പാടുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ആരാധിക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറമായിട്ടുള്ള അറിവുകളൊന്നും എനിക്കില്ല. ഞാൻ പഠിച്ച ദൈവവചനത്തിൻ്റെ അറിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ശ്രദ്ധിച്ചോ? ഓരോരുത്തൻ്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. നിലനിൽക്കുന്നില്ലെങ്കിലോ വെന്തു പോകും. താനോ തീയിൽ കൂടി രക്ഷപ്പെടും എന്നത്രയും പറയും. അത് പറഞ്ഞിട്ടാണ് ഈ 16-ാം വാക്യം പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവമന്ദിരം പണിയുന്ന ഒരു പണിയെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം, നമ്മളാണ് ദൈവത്തെ മന്ദിരം. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഞാൻ മുമ്പ് കൊരട്ടിയിൽ വെച്ചൊരു ഉപദേശം പറഞ്ഞു. ഡോണ്ട് ടച്ച് യുവർ ബോഡി, ഡോണ്ട് ഡെക്കറേഷൻ യുവർ ബോഡി. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തുടരുത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അലങ്കരിക്കരുത്. വൈ? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ മന്ദിരം അലങ്കരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിലാണ്. ആത്മഫലങ്ങളാലും വരങ്ങളാലുമാണ് ദൈവത്തിൻ്റെ മന്ദിരം ശരീരത്തെ അലങ്കരിക്കേണ്ടത്. ഇതാണ് പാസ്റ്റർ CC ജോർജ് പഠിപ്പിച്ച ഉപദേശം. സ്വന്തം മക്കൾക്ക് പോലും ഉപദേശം വേണ്ട. ആര് പറഞ്ഞാൽ പപ്പയ്ക്ക് വട്ടായിരുന്നാണ് പറയണത്. കുറേ പേരെ കൂട്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാ മോൻ പറഞ്ഞ എന്നോട്. പുള്ളിക്കിപ്പോൾ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. സ്വത്രം. താല്പര്യം വേണ്ട. താല്പര്യമുള്ളൊരു സന്ദർഭം വരും. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. താല്പര്യമുള്ളൊരു സന്ദർഭം വരും. ഈ പഥ്യവചനം, പഥ്യോപദേശം തള്ളിക്കളയുന്നവരെ ദൈവം തള്ളിക്കളയും. ശിഷ്യന്മാർ പഠിപ്പിച്ച ഉപദേശത്തെ നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ പോയില്ലേ? അവരെ തള്ളുക എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന ഉപദേശത്തെ തള്ളിക്കളയുക. ഇന്നത്തെ പെന്തക്കോ സമൂഹം കോടിക്കണക്കിനുണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിലും ഇത് നല്ലൊരു ശതമാനവും ഈ ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ തള്ളിക്കളയുന്നവരാണ്. എന്നിട്ട് അവർ വലിയ വായിൽ കിടന്ന് പ്രസംഗിക്കുക. എന്ത് പ്രസംഗിക്കുക? എന്താ നിങ്ങൾ പ്രസംഗിക്കുന്നേ? അന്യതോപദേശം പ്രസംഗിച്ചു കൂട്ടുക. ഇത് കേട്ട് എന്താ സംഭവിക്കുന്നത്? ജനം മുഴുവൻ നാശത്തിൽ പോയി നിവദിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, രക്ഷപ്പെടാനൊരൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവും തൻ്റെ അപ്പോസ്തലന്മാരും സ്ലീഹന്മാരും പഠിപ്പിച്ച പുതിയ നിയമ പ്രമാണം സഭയെ പഠിപ്പിക്കുക. പഴയ നിയമം ബുദ്ധി ഉപദേശമായി അവരെ പഠിപ്പിക്കുക. അനുസരിക്കാനുള്ള പ്രമാണം
ക്രിസ്തുവിൻ്റെ പ്രമാണമായി അവരെ പഠിപ്പിക്കുക. 2 പത്രോസ് 3-ാം അധ്യായത്തിന് 1-2 വായിക്കും. ഭാഷണം ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. 2 പത്രോസ് 3-1-2 എടുത്തവർ വായിച്ചു. ആ, 2-ാം ലേഖനമല്ലോ. ശ്രദ്ധിക്കണേ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തെ കുറിച്ച് പറയുകയാണത്. അടുത്ത, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന അപ്പൊ കൽപ്പന ഏതാ? യേശു ക്രിസ്തു അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് തന്നത് പുതിയ നിയമസഭയുടെ കൽപ്പന. പ്രവൃത്തി പുസ്തകം മുതൽ വാക്കിനാലോ ലേഖനത്താലോ തന്ന കൽപ്പന. ഇത് മനസ്സിലാക്കാത്ത ഉപദേശിമാര് തെറ്റിക്കിടക്കുക. ഞാൻ വേദപുസ്തകത്തിലെ കാര്യമോ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നുമില്ല പറയുന്നത്. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ പിടിച്ചു. നമ്മൾ കുറേ പ്രസംഗിക്കുന്നു, നല്ല കാര്യമാണ്. ആ പ്രസംഗം പ്രസംഗിച്ചിട്ട് നീ ആ പ്രസംഗപ്രകാരം ജീവിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോവാം. നീ പ്രസംഗപ്രകാരം ജീവിക്കാതിരുന്നാൽ നീയും നരകത്തിൽ പോവും, ഞാനും നരകത്തിൽ പോവും. കേൾക്കുന്നവര് ഇത് പ്രകാരം ജീവിച്ചാലും നമ്മളെല്ലാം നശിച്ചു പോവും. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാർ മുഖാന്തരം നിങ്ങൾക്ക് തന്ന കൽപ്പന. ഇനി ലൂക്കോസ് 1:1 പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തി 1:1 കൂടി ഒന്ന് വായിച്ച്. അവിടെ ഇതേപോലെ ഒരു പ്രയോഗം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസ് 1:1 പ്രവൃത്തി 1:1 പെട്ടെന്ന് വായിക്കാം. ശ്രീയോമനായ തെയോഫിലിസേ, ആദ്യം മുതൽ എന്നോട് കൂടി ഇരുന്ന് കണ്ട കർത്താവ് പറഞ്ഞു, ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. 1 യോഹന്നാൻ 1:1 മുതൽ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പൊ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് തന്നെ. അത് ക്രമമായി കർത്താവിൻ്റെ ശിഷ്യന്മാര് പ്രമാണം നമുക്ക്. ഇനിയിപ്പോൾ ഇത് വായിച്ചത് ലൂക്കോസ് അല്ലേ? ഇനി പ്രവൃത്തി 1:1 വായിച്ചേ. വലിയ ഘനമായ വിഷയങ്ങളാട്ടോ ഞാൻ ഈ പറയുന്നത്. പെട്ടെന്ന്. ഹല്ലേലൂയ. തെയോഫിലുസേ, ഞാൻ എഴുതിയത് ഒന്നാമത്തെ ചരിത്രം. ശ്രദ്ധിക്കണേ, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്യുകയും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു. മതി. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ വായിച്ചു പഠിക്കണം. ഇതൊക്കെ വായിച്ചൊരു ഫൗണ്ടേഷൻ പോലെ ഹൃദയത്തിൽ ഇട്ടിട്ട് വേണം പാസ്റ്റർമാർ കിടന്ന് പ്രസംഗിക്കാൻ. ഇല്ലെങ്കിൽ പ്രസംഗമൊക്കെ പാളിപ്പോകും, പണിയെല്ലാം പാളിപ്പോകും. നിമ്രോധം കൂട്ടൊരു ഇടിച്ചു പൊളിച്ച് പണിത കെട്ടിടം തമ്പുരാൻ തകർത്ത് കളഞ്ഞ പോലെ തകർത്ത് കളയും. നിന്റെ സവമണി കൊണ്ട് ഒരെണ്ണം, ഒരു പൂഞ്ഞാണി പോലും അങ്ങ് ചെല്ലത്തില്ല. എനിക്ക് IPCയിൽ ഒരു സീനിയർ പാസ്റ്റർ പ്രസംഗിച്ച ജോസഫ് പാസ്റ്റർ പ്രസംഗിച്ച എനിക്ക് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. സങ്കീർത്തനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ പാസ്റ്റർമാർ രക്ഷപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തനം, സങ്കീർത്തനമൊക്കെ എടുത്ത് പ്രസംഗിച്ചോ കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിലെന്നോ കർത്താവ് പറഞ്ഞ് ഉപദേശം പ്രസംഗിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനമെന്ന് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഭാഗം പഠിച്ചിട്ട് എഫേസ്യ ലേഖനത്തിലേക്ക് ഞാൻ വരാം. യേശു ക്രിസ്തുവിനെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ല മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. അപ്പോൾ ഇവിടെ ഏത് കാര്യം, എത്ര വസ്തു പറയുന്നുണ്ട്? 6 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാ? പൊന്ന്, വെള്ളി. ഈ പൊന്ന്, വെള്ളി പത്രോസിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? പൊന്ന്, വെള്ളി എന്ത് ചെയ്യും?
1 പത്രോസ് 1 കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയം, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച. വ്യർത്ഥവും പുതുപാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പില്ലെന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പോൾ പൊന്ന് വെള്ളി എന്ത് ചെയ്യും? അഴിഞ്ഞു പോകും. മരം പുല്ല് വൈക്കോൽ എന്ത് ചെയ്യും? വെന്തുപോകും. വെന്തുപോകാത്തത് ഏതാ ഉള്ളത്? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്. മനസ്സിലായോ? ഉപദേശം മനസ്സിലായോ? ഈ കല്ലിനെയാണ് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പരിശുദ്ധാത്മാവ് പണിയുന്നത്. അത് എഫേസ്യർ 2:19-22 അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അല്ലാത്ത പണിയൊന്നും ഒരു ഗുണവുമില്ല സഹോദരങ്ങളെ. ഇവിടെ ആരൊക്കെ കിടന്ന് എന്തൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടിയാലും ഈ വ്യവസ്ഥ പ്രകാരം, ഈ ദൈവവചന വ്യവസ്ഥ പ്രകാരം അല്ലാതെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ നിങ്ങൾ പണിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പണി തമ്പുരാൻ പൊളിച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് കേൾക്കണേ വെച്ച് ഒന്നുകൂടി. ഒരു 10 പ്രാവശ്യം കേട്ടാലും കുഴപ്പമില്ല. ഇഷ്ടം പോലെ പണി നടക്കുന്നുണ്ട്. ഇവിടെ കാനഡയിൽ നിന്നൊരു സഹോദരി വിളിച്ചു പറയും, അവിടെ പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥന, അവിടെ യോഗം, ഇവിടെ യോഗം, അവിടെ കൺവെൻഷൻ, ഇവിടെ കൺവെൻഷൻ. ചെല്ലെടുത്താൻ പോയി മൂക്കുമുട്ട തിന്നി, പിന്നെ വല്ലതും കിട്ടുമെങ്കിൽ കിട്ടിപ്പോലുണ്ട് വാങ്ങിയൊക്കെ ചെയ്യും. എനിക്കതിനോടൊന്നും യാതൊരു വിരോധമില്ല. ഞാൻ നിങ്ങളെക്കാൾ മുൻപന്തിയില്ല. അതിന് പോരെ, നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ആഹാരം കഴിച്ചാൽ നമ്മൾ തിന്നത്തില്ലേ? എവിടെയെങ്കിലും ചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ എന്തെങ്കിലും തന്നെ നമ്മൾ വാങ്ങത്തില്ലേ? അതും കുഴപ്പമില്ല. പക്ഷെ ഈ പണി ഇതായിരിക്കണം, വ്യവസ്ഥ പ്രകാരം പണിയണം. നീ അപ്പോസ്തലിക ഉപദേശപ്രകാരം നീ പണിയണം, അല്ലെങ്കിൽ പണി വെന്തുപോകും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കത് കേൾക്കുമ്പോൾ കരയാൻ തോന്നും. 70 പേരെ ഞാൻ സ്നാനപ്പെടുത്തി, 300 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. എന്നോടൊരു അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ 70 പേര് സ്നാനപ്പെട്ട അച്ഛൻ, അവരെല്ലാം നരകത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയല്ലേ അച്ഛാ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പം എന്താ അന്വേഷിക്കാത്തത്? ചെന്ന് അന്വേഷിച്ച് നോക്ക്. അന്വേഷിച്ച് നോക്കിയപ്പോൾ പുള്ളി പറയണം എന്താ, ഒരു എണ്ണത്തിനെ ഗുണമില്ലാതെയൊക്കെ വയ്ക്കിരിക്കുക. ഈ രക്ഷിക്കപ്പെടുത്തിയത് സ്നാനപ്പെടുത്തിയതൊന്നും എല്ലാം പോയി, എല്ലാം വൃതമായി. സഹോദര, രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും നല്ലതാണ്. പക്ഷേ ആ സ്നാനപ്പെടുത്തിയ വ്യക്തിയെ പത്രോസ് പറയുന്ന പ്രകാരം ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ ഇതെല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പിച്ച് അവരെ ആത്മീയമായി വളർത്തിയെടുക്കണം. രക്ഷയ്ക്കായി വളരുവാൻ, അന്ത്യകാല രക്ഷയിലേക്ക് വളർത്തപ്പെടുവാൻ, അന്ത്യകാല രക്ഷയിലേക്ക് അവരെ വളർത്തിയെടുക്കണം. ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് അവരെ വളർത്തിയെടുക്കണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താനായിട്ട് അവരെ വളർത്തണം. ഇതാണ് നമ്മൾ പറയുന്ന പോയിന്റ്, വേറെ ഒന്നുമല്ല. ഊതിയിട്ടോ ഉന്തിയിട്ടോ കുരപ്പിച്ചോ ചിരിപ്പിച്ചോ ഛർദിപ്പിച്ചോ. കേരളത്തിലൊരു പ്രധാന പാസ്റ്റർ ഒരു കറമ്പൂർ ഉപദേശിച്ച് തലയിലോട്ട് കൈവച്ചപ്പോൾ 7 കരണം മറിഞ്ഞ് പട്ടി കിടന്ന് പിടയ്ക്കുന്ന പോലെ കിടന്ന് പിടയ്ക്കുകയാണ്. വണ്ടി, ചില പട്ടികൾ ആ വണ്ടി ആക്സിഡൻറ്റിൽ പിടയ്ക്കുന്ന കണ്ടിട്ട് കാലെ കൊടിയുമോ കിടന്ന് പിടയ്ക്കുന്നത് ഇതുപോലെ കിടന്നു. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ, ഈ കിടന്ന് പിടയ്ക്കുന്നവനെ വെച്ചിട്ടാണോ ദൈവം സഭ പണിയുന്നവന്? ഇവരെ കൊണ്ടാണോ ദൈവം സഭ പണിയുന്നത്? ഒരുത്തൻ എന്ന് ഊതിയപ്പോൾ 4 കരണം മറിഞ്ഞ് കിടന്ന് പിടച്ചോണ്ടിരിക്കുന്നവനെ എന്നാ പണിയാനാ? അതേ സഹോദര, നീ പണിയപ്പെടണം. നീ അപ്പോസ്തല ഉപദേശപ്രകാരം പണിയപ്പെടണം. നീ ക്രിസ്തുവിൻ്റെ പ്രമാണപ്രകാരം നീ പണിയപ്പെടണം. അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത്. ഞാനതങ്ങ് വായിച്ചു പോകാം, ഇനി അധിക സമയം നമ്മുടെ മുൻപിലില്ല. അങ്ങനെ യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവരവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവ എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടിയെന്ന പോലെ അത്രേ. അവ പണി നഷ്ടപ്പെട്ടു പോയാൽ, വെന്തുപോയാൽ പിന്നെ എന്ത് പ്രയോജനം? പിന്നെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് കഞ്ഞി കുടിക്കാം, കൊച്ചുങ്ങളെ പഠിപ്പിക്കാം. കാരണം ദശാംശ സ്വതരാഴ്ച കിട്ടുമ്പോൾ കിട്ടുമല്ലോ. 5, 10, 15, 20 വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ എല്ലാവരും കൂടി കഴിച്ചു കൊടുക്കുക. ഊർവശിക്ക് കോള, ഊർവശിക്ക് എല്ലാ മാസവും കേരള ലോട്ടറിയുടെ പേരെന്താ? കാരുണ്യ ലോട്ടറി. കാരുണ്യ ലോട്ടറി അടിക്കുക എല്ലാ മാസവും വിദേശിമാർക്ക്. 10ഉം 15ഉം വിദേശ വിശ്വാസികളുള്ള ചർച്ചിൽ കാരുണ്യ ലോട്ടറി എല്ലാ മാസവും അടിച്ചുകൊണ്ടിരിക്കും. ഈ 10 പൗലോസ് പറഞ്ഞിരിക്കുന്ന, പത്രോസ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരമല്ലാത്ത പണിയെങ്കിൽ
ലോട്ടറി അടിച്ചതൊക്കെ കൊള്ളാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, വിദേശ രാജ്യത്തേക്കാക്കും. പക്ഷേ കർത്താവ് വരുമ്പോൾ നിന്നെ കാണില്ല. കർത്താവ് വരുമ്പോൾ നീ കൈവിടപ്പെട്ടു പോകും. അത് പറയാനാണ് എന്നെ വെച്ചേക്കുന്നത്. ധൈര്യമായിട്ട് ഞാൻ പറയുക. എന്നെക്കാൾ ശക്തിയോടെ പറയുന്ന കർത്താവിൻ്റെ ദാസന്മാർ പലരും ഉണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വന്തം. ചിലരൊക്കെ പറയും ഇച്ചിരി മയത്തിൽ പറയണേ. മയത്തിൽ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ദാസ്. കണ്ടെയ്നർ കണക്കിന് കിടക്കുകയാണ്. ഞാൻ ഇതിനെ ഇനി മയത്തിൽ പറയണേ? ഞാൻ ഉള്ളത് പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഉള്ളത് പറയേണ്ടത്. അപ്പോൾ വെള്ളി പൊന്ന് എന്ത് ചെയ്യും? ശോധന ചെയ്യുമ്പോൾ അഴിഞ്ഞു പോകും. മരം പുല്ല് വൈക്കോൽ ശോധന ചെയ്യുമ്പോൾ വെന്തു പോകും. അഴിഞ്ഞു പോകാത്തത് എന്താ ഉള്ളത്? എന്താ ഉള്ളത്? പത്രോസ് പറയുന്നത്. അതൊന്നുകൂടി നമുക്കൊന്ന് വായിക്കാം. ഏതാ ഉള്ളത്? മനുഷ്യ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്കോണം വിശുദ്ധ പുരോഹിത വർഗമായിട്ട് പണിയപ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച്, യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ വിശ്വസിച്ച്, യേശുക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനുള്ള കല്ലായ ആ കല്ലുകളെ ആത്മീയ ഗ്രഹമായ ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമായ ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്ന അവൻ ലജ്ജു പോവുകയില്ല. ഇന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്ത നിങ്ങൾക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, മൂലക്കല്ല്, ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കാതെ ഇടറിപ്പോകും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യഹൂദനാണെങ്കിലും ജാതിയാണെങ്കിലും ഇടറിപ്പോകും. അവർ നശിച്ചു. അതാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത്. ഇനി എഫേസ്യ ലേഖനം 2:19-22 വാക്യങ്ങൾ കൂടി നമ്മൾ അതിൽ നിന്ന്